നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ജയരാജൻ പറയുന്നു, താൻ വഴി BJP ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയാണ്. പിണറായി വിജയനെ രക്ഷിക്കാനാണ് താൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് ജയരാജന്റെ വാക്കുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും. ജയരാജനെതിരെ ശക്തമായ നടപടിക്ക് പാർട്ടി മുതിരുന്നു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളോട് ജയരാജൻ പ്രതികരിച്ചത്. ജാവദേക്കറെ കണ്ടത് സത്യമാണ്. തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. രാഷ്ട്രീയ എതിർകേന്ദ്രങ്ങൾ തന്നെ തകർക്കാനല്ല, മറിച്ച് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ശോഭാ സുരേന്ദ്രനെ താൻ നേരിട്ട് കണ്ടിട്ടേയില്ല എന്ന് വ്യക്തമാക്കുന്നു EP ജയരാജൻ. വോട്ടെടുപ്പ് ദിനത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും ജയരാജന് മറുപടിയുണ്ട്. കൂടുതൽ സംശയത്തിൻ്റെ പുകപടലങ്ങൾ അന്ന് നിൽക്കേണ്ട എന്ന് കരുതി, അതുകൊണ്ടാണ് ഉള്ളത് പറഞ്ഞത് എന്ന് ജയരാജൻ. പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ അസ്വാഭാവികതയില്ല. താൻ വഴി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണ് എന്ന് ജയരാജൻ പറയുമ്പോൾ ഇനി പിണറായി വിജയൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താനും പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയ അതേ വ്യക്തിയുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ശിവനും പാപിയുമായി ചേർന്നാൽ ശിവൻ പാപിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? എന്തുകൊണ്ടാണ് ജയരാജനെ ഇത്രമേൽ തള്ളിപ്പറഞ്ഞത്? ലാവ്ലിൻ കേസ് പിൻവലിക്കാനും തൃശൂർ, തിരുവനന്തപുരം സീറ്റുകളുടെ സമവായ ചർച്ചയ്ക്കുമാണ് പ്രകാശ് ജാവദേക്കർ സംസാരിക്കാനെത്തിയത് എന്ന് ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ദല്ലാൽ പറയുന്നതും നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ദല്ലാളാണ് പ്രകാശ് ജാവദേക്കറെ കൂട്ടിക്കൊണ്ടുവന്നത്. അത് പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്ന് ജയരാജന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുക സ്വാഭാവികം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനി EP-യുടെ നേർക്ക് എന്തെങ്കിലും നടപടികൾക്ക് മുതിർന്നാൽ EP ചിലതൊക്കെ വെളിപ്പെടുത്തും. അത് ചെന്ന് തറയ്ക്കുന്നത് പിണറായി വിജയനിൽ തന്നെയാവും. അതാണിപ്പോൾ പാർട്ടിയെ കൂടുതൽ വിറയിൽ പിടിപ്പിക്കുന്നതും. കടുത്ത വേനലാണ് കേരളത്തിൽ. പനി കേരളത്തിൽ വ്യാപകമാകുന്നു. CPM-ന് അക്ഷരാർത്ഥത്തിൽ തുള്ളൽപ്പിനി പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. EP ജയരാജനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ പാർട്ടിയെയും പിണറായിയെയും ജനങ്ങൾ സംശയിക്കും. ഇനി നടപടിയെടുത്താലോ EP എടുത്തിട്ട് കുടയും. സംഗതി തൃശങ്കുവിൽ തന്നെ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം പുറത്തുവിടുന്നില്ല. പ്രകാശ് ജാവദേക്കർ ചോദ്യങ്ങളോട് സൂക്ഷ്മതയോടെയാണ് പ്രതികരിക്കുന്നത്. അതിനർത്ഥം BJP ഇപ്പോഴും EP ജയരാജനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന്. രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിലെ അതൃപ്തി കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ അടുപ്പമുള്ളവരോട് വെളിപ്പെടുത്തി. EP ജയരാജൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ ജാവദേക്കർ തയ്യാറായില്ല. പലരോടും താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ജാവദേക്കർ പ്രതികരിച്ചത്. അദ്ദേഹം വിഷയത്തിൽ നിന്ന് ഭംഗിയായി ഒഴിഞ്ഞുമാറി. രഹസ്യ ചർച്ചകൾ ചോരുന്ന സാഹചര്യത്തിൽ BJP-യിൽ ചേരാനുള്ള പ്രാഥമിക ആലോചനയിൽ നിന്ന് പോലും മറ്റു പാർട്ടിക്കാർ പിന്തിരിയുന്നു എന്ന ഭയമാണിപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന്. തന്നെ കരുവാക്കി പാർട്ടിയെ തകർക്കാനാണ്, പിണറായിയെ തകർക്കാനാണ് ചില കേന്ദ്രങ്ങൾ നീങ്ങുന്നത് എന്ന് EP ജയരാജൻ പറയുമ്പോൾ ഒരുപിടി കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു. EP ജയരാജൻ ഒരു ചാവേറായിരുന്നു. പിണറായി വിജയനു വേണ്ടി സംസാരിക്കാൻ തന്നെയാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്ന് വ്യക്തം. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ എതിരാളികൾ തൊടുത്ത വെടിയുണ്ടകളിലൊന്ന് ഇപ്പോഴും EP ജയരാജന്റെ ശരീരത്തിലുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. ആ വെടിയുണ്ട നീക്കം ചെയ്താൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചു. 1995 ഏപ്രിൽ 12-ന് ന്യൂഡൽഹി, ചെന്നൈ രാജധാനി എക്സ്പ്രസിൽ മുഴങ്ങിയ വെടിയൊച്ച ഇന്നും കേരളത്തിന്റെ മനസ്സിലുണ്ട്. ചണ്ഡിഗഡിൽ CPM 15 പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് കുടുംബസമേതം നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു ജയരാജന് വെടിയേറ്റത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ EP ജയരാജനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് എന്ന് ജയരാജനും കൂട്ടരും പിന്നീട് പറഞ്ഞു. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയായിരിക്കെ 2 തവണ RSS ബോംബാക്രമണമാണ് EP ജയരാജന് നേർക്കുണ്ടായത്. 2 വട്ടവും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പാനൂരിലെ ആക്രമണത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ കാര്യമായ തകരാർ സംഭവിച്ചു. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ കാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞ ബോംബുകൾ തൊട്ടുമുന്നിൽ പാർട്ടി പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിലാണ് പതിച്ചത്. പിണറായി വിജയന് നേർക്ക് രാഷ്ട്രീയ എതിരാളികൾ കരിങ്കൊടിയുമായി വിമാനത്തിൽ എഴുന്നേറ്റപ്പോഴും ചാടി വീണത് EP ജയരാജനാണ്. ചുരുക്കത്തിൽ പിണറായി ഭക്തിയിൽ സുഗ്രീവനാണ് EP ജയരാജനെന്ന് നമ്മുടെ ജയശങ്കർ വക്കീൽ ചിലപ്പോഴൊക്കെ പരിഹസിക്കാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത്
താൻ ജീവൻ കൊടുത്തു സംരക്ഷിച്ചിരുന്ന പിണറായി വിജയനുമായി പോലും ഇ.പി. ജയരാജൻ ഇത്തിരി അകന്നുമാറിയ കാഴ്ച. CPM പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ തന്നെയാണ് ഇ.പി. ജയരാജൻ. മുതലാളിമാരും കമ്പനികളുമായും പാലവിട്ട് പാർട്ടിയെ ഫണ്ട് ശേഖരണത്തിൽ സഹായിക്കുന്ന നേതാവ്. പച്ചയ്ക്ക് ഇത് പരിപ്പോടയുടെയും കട്ടൻ ചായയുടെയും കാലമല്ല എന്ന് വിളിച്ചു പറയാൻ ത്രാണിയുള്ള നേതാവ്. പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആശയവും സാക്ഷാൽ ഇ.പി. ജയരാജൻ്റേത്. പാർട്ടി ഇന്ന് നടത്തുന്ന പല സ്ഥാപനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച നേതാവ്. ഒരു കോർപ്പറേറ്റ് മോഡലിൽ CPMനെ വാർത്തെടുക്കുന്നതിൽ ഇന്നും മുൻനിരയിൽ നിന്ന് പയറ്റിത്തെളിഞ്ഞ കക്ഷി. എന്നാൽ പിണറായി വിജയൻ ഇ.പി. ജയരാജനെ ഉപയോഗപ്പെടുത്തി ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വയം എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കാനായി ഇ.പി. ജയരാജനെ ഒരു വടിയായി ഉപയോഗിച്ചു. ദേശാഭിമാനി പത്രത്തെ പോലും പ്രൊഫഷണലായി ആധുനികവൽക്കരിച്ച് ഇന്നത്തെ ദേശാഭിമാനി കമ്പനിയാക്കി മാറ്റിയ നേതാവ്. ഇ.പി. മാനേജരായിരിക്കുന്ന കാലത്ത് ദേശാഭിമാനി സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടു. സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ശേഖരണം നടത്തിയ ചരിത്രമൊക്കെ നമുക്കറിയാം. എല്ലാറ്റിനും പഴികേട്ട നേതാവ്. എന്നാൽ ഇ.പി.യുടെ എല്ലാ നീക്കങ്ങളും പാർട്ടിക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. ഇ.പി.ക്കും വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടായി എന്ന് പാർട്ടി തിരിച്ചാക്ഷേപിക്കുന്നു. ദേശാഭിമാനിക്ക് മാത്രമല്ല CPM പ്ലീനത്തിന് വിവാദ വ്യവസായി VM രാധാകൃഷ്ണന്റെ പരസ്യം 1-ാം പേജിൽ. രവി പിള്ള മുതലുള്ള സർവ്വ മുതലാളിമാരുടെയും ഉറ്റ ചങ്ങായി. ചുരുക്കത്തിൽ ഇ.പി. തന്നെയാണ് വ്യവസായികളെ CPMലേക്ക് ചേർത്തൊട്ടിച്ചത്. അതിന്റെ ഗുണമനുഭവിച്ചതോ പിണറായി വിജയൻ. പിണറായി വിജയന്റെ മകൻ ദുബായിൽ ചെന്ന് വ്യവസായികളുമായി ഒത്തുചേർന്ന് ഒരുപാട് വ്യവസായ സംരംഭങ്ങളൊക്കെ നടത്തുന്നു എന്ന് നാട്ടിൽ ആരോപണങ്ങളുണ്ട്. എന്നാൽ ഇ.പി.ക്ക് തൻ്റെ മക്കളെ അത്രത്തോളമൊന്നും വളർത്തിവിടാൻ കഴിഞ്ഞില്ല. പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് സാക്ഷാൽ ദല്ലാൽ നന്ദകുമാറാണ്. VS അച്യുതാനന്ദനൊപ്പം ചേർന്ന് എന്തെല്ലാം കേസ് പുക്കാറുകൾ. എന്നാൽ ആ ദല്ലാളിനെ തന്നെ വീഴ്ത്തി തൻ്റെ സുഹൃത്താക്കി മാറ്റി പിണറായി വിജയനെ രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് ഇ.പി. ജയരാജൻ നടത്തിയത് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ രക്ഷിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ദല്ലാളിനെ ഒപ്പം കൂട്ടി. പിണറായി പറയുന്നത് പോലെ പാപിക്കൊപ്പം ശിവൻ ചെന്ന് ശിവൻ പാപിയായതല്ല, പാപിക്ക് വേണ്ടി ശിവൻ പാപിയുടെ അടുക്കൽ പോയി പാപിയായതാണ്. ചുരുക്കത്തിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇ.പി. ജയരാജനെയാണ് ഈ ഗതി സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇ.പി. കേന്ദ്രങ്ങൾ പറയും. ആളുകളെ കബളിപ്പിക്കാൻ നടക്കുന്നവരുടെ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണമെന്നൊക്കെ പിണറായി ഇപ്പോൾ ഉപദേശിക്കുന്നു. എന്നാൽ ആ ദല്ലാൾ പറഞ്ഞിരുന്നത് ലാവ്ലിൻ കേസ് ഒഴിവാക്കാനും ചില സീറ്റുകൾ കച്ചവടം ചെയ്യാനുമാണ് ഇ.പി. ജയരാജനെ പോയി കണ്ടതെന്ന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പി. ജയരാജനെതിരെ നടപടിയെടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ.പി. യുഗം ഇനി പൂർണ്ണമായി അവസാനിക്കും. ജയരാജൻ്റെ ആ കൂസലില്ലായ്മയും ചൊടിയും തൻ്റെടവും പിന്നെ ഉരുളയ്ക്കുപ്പേരി പോലത്തെ ആ വാക്ചാതുര്യവും ഒക്കെ ഇനി നമുക്കന്യമാകും. മലയാള മനോരമ പത്രം ഒരിക്കൽ ജയരാജനെ വാഴ്ത്തിയത് ഗജരാജൻ എന്നാണ്. തിടംപേറ്റിയ ഒരു കൊമ്പന്റെ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കെന്ന് അന്ന് മനോരമ എഴുതി. കഴിഞ്ഞകാല CPM കൃത്യമായി നിയന്ത്രിച്ചിരുന്നത് വിജയനും ജയരാജനുമൊക്കെ ചേർന്ന കൂട്ടുകെട്ടുകളാണ്. ആ കൂട്ടുകെട്ടുകളാണ് ഇപ്പോൾ സ്വയം തമ്മിൽ തല്ലിച്ചാകുന്നത്. പി ജയരാജനെ ഒരു സൈഡായി ഒതുക്കുന്നതിൽ മുന്നിൽ നിന്ന് കളിച്ച ഇ.പി. ജയരാജൻ ഇപ്പോൾ ഒതുക്കപ്പെടുന്നു. എല്ലാറ്റിനു മുകളിൽ കാരണഭൂതം എത്ര കാലം ഇങ്ങനെ അധികാരഗർവിൽ നിൽക്കും? ഇ.പി. ശൈലി CPMന് വേറിട്ടതായിരുന്നു. ആളുകളെ നോക്കാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെയും തോളിൽ കൈയിടും ഇ.പി. ജയരാജൻ. അതിൽ മുതലാളിമാരെന്നോ ദരിദ്രരെന്നോ സാധാരണക്കാരെന്നോ രാഷ്ട്രീയ എതിരാളികളെന്നോ ഒന്നുമില്ല. ജയരാജന്റെ ശൈലി വ്യത്യസ്തമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഒക്കച്ചങ്ങായിയായിരുന്നു സാക്ഷാൽ ഇ.പി. ജയരാജൻ. അതുകൊണ്ട് തന്നെ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ പൂർണ്ണ പിന്തുണയാണ് അന്ന് ഇ.പി. നൽകിയത്. കോടിയേരി കസേരയിൽ നിന്ന് മാറിയപ്പോൾ തനിക്ക് ആ കസേര കിട്ടും എന്ന് പാവം പ്രതീക്ഷിച്ചു. എന്നാൽ പിണറായി പിടിച്ച് എം.വി. ഗോവിന്ദനെ അവിടെ ഇരുത്തി. അതോടെ ഇ.പി. ജയരാജൻ തെറ്റിയെന്ന് മാത്രമല്ല, എം.വി. ഗോവിന്ദനുമായി പണ്ടേയുള്ള ആ പക ആളിക്കത്തി. എം.വി. ഗോവിന്ദനും തക്കം പാർത്തു നിന്നു. വൈദേഹം അടക്കമുള്ള വിഷയങ്ങളിൽ ഇ.പി. ജയരാജനെ കുരുക്കിട്ട് വീഴ്ത്താൻ ഇ.പി. ആരാമോൻ LDF കൺവീനർ സ്ഥാനമൊക്കെ വലിച്ചെറിയാൻ തയ്യാറായി പാർട്ടിയെ വെല്ലുവിളിച്ചു. ഇതോടെ ഗോവിന്ദൻ ഇടഞ്ഞുവെന്ന് മാത്രമല്ല, പിണറായി വിജയൻ പോലും ഭയപ്പെട്ടു. പഴയതെല്ലാം ജയരാജൻ അങ്ങ് വിളിച്ചുകൂവിയാൽ അതിൻ്റെ ക്ഷീണം തനിക്കുമുണ്ടാകുമല്ലോ. എന്തായാലും ജയരാജനെ വീഴിക്കാൻ കിട്ടിയ അവസരത്തിൽ ശത്രുക്കളെല്ലാം ഒരുമിക്കുന്നു. നാളെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ച് ജയരാജനെ എടുത്തുകുടയുക മാത്രമല്ല, എടുത്തെറിയാനാണ് ഇപ്പോൾ അണിയറയിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.
ജയരാജൻ BJPയിലേക്ക് ചേക്കേറുക തന്നെ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. 2021 EP ജയരാജന് പിണറായി വിജയൻ സീറ്റ് നിഷേധിച്ചപ്പോൾ ഹൃദയം പൊട്ടി അന്ന് ജയരാജൻ പറഞ്ഞത് ഇനി ഒരു മത്സരത്തിനും താനില്ല എന്ന്. എന്നാൽ പിന്നെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനമെങ്കിലും നൽകി അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതല്ലേ? അതുപോലും ചെയ്യാതെ അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. ഗത്യന്തരമില്ലാതെ EP ജയരാജൻ BJPയിൽ ചെന്ന് ഒന്ന് എത്തി നോക്കി. അതും ആകെ പുലിവാലായി. ഇപ്പോഴിതാ പാർട്ടി നടപടിയെടുത്താൽ BJPയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമോ? പ്രകാശ് ജാവ്ദേക്കറും സംഘവുമൊക്കെ EP ജയരാജൻ തങ്ങളുടെ ക്യാമ്പിലേക്ക് വരും എന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് പരമാവധി ജയരാജനെ വേദനിപ്പിക്കുന്നില്ല. ബഹുരസമാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ വിശേഷങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.